ഹായ്, പുതിയൊരു വീഡിയോ സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് റോമാൻസ് റിവ്യൂലോട്ടാണ്. പടം ഇറങ്ങിയിട്ട് ഒരാഴ്ചയായി. ഞാൻ സാധാരണ ഇപ്പം ഇതേപോലത്തെ ഉള്ള സിനിമയ്ക്കിടെ ഒന്നും ട്രെയിലറൊന്നും കാണത്തില്ല. ഇപ്പം ഞാൻ അവസാനം കണ്ട ട്രെയിലർ എന്ന് പറഞ്ഞാൽ ഈ എമ്പുരാൻ്റെ ട്രെയിലറാണ്. അല്ലാതെ ഞാനിപ്പം ട്രെയിലർ ഇപ്പോൾ കാണുന്നില്ല. ട്രെയിലർ കാണാതെ ഒരു സിനിമ കാണുന്നതാണ് ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കൊള്ളാൻ തോന്നുന്നത്. അപ്പം റിവ്യൂലോട്ട് പോകുകയാണെങ്കിൽ ഡയറക്ടർ അരുൺ ജോസ് നേരത്തെ ചെയ്തേക്കുന്ന പടം എന്ന് പറഞ്ഞാൽ 18+ ജോ ആൻഡ് ജോ. ഈ പടവും ആ ഒരു ടൈപ്പിലുള്ള ഒരു പടം, ഒരു ചെറിയ ഒരു രീതിയിൽ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയ ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റ് റൈറ്ററും പുള്ളിക്കാരൻ തന്നെയാണ്. പിന്നെ അതിനകത്ത് സിനിമോട്ടോഗ്രാഫി അഖിൽ ജോർജും ഗോവിന്ദ് വസന്ത് ഇതിൻ്റെ മ്യൂസിക്. കാസ്റ്റിംഗ് മാത്യു തോമസ്, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, പ്രേമുലിനകത്ത് JK, പിന്നെ മഹിമൻ നമ്പ്യാരുണ്ട്, അർജുൻ അശോകൻ. ഇത്രയും പേരാണ് മെയിൻ കാസ്റ്റ്. ഈ പടത്തിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ബിൻഡോ, മാത്യു തോമസ് ചെയ്ത ക്യാരക്ടർ, ബിൻഡോയുടെ ചേട്ടനാണ് ഷിൻഡോ, ശ്യാം മോഹൻ്റെ ക്യാരക്ടർ JK. അപ്പോൾ ഈ ഷിൻഡോയെ തുടക്കത്തിൽ കാണുന്നില്ല. അങ്ങനെ ഉള്ള രീതിയിലാണ് ഇവൻ്റെ ഒരു പ്ലോട്ട് പോയേക്കുന്നത്. തുടക്കം ഒരു ന്യൂ ഇയർ പാർട്ടിയൊക്കെ കാണിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെ വലിച്ചു നീട്ടി ഇങ്ങനെ കൊണ്ടുപോവുക. എനിക്ക് ഈ ഒരു പടം ടോട്ടലി തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ, അല്ലെങ്കിൽ ഒരു ആവറേജ് താഴെ നിൽക്കുന്ന ഒരു പടം, അല്ലെങ്കിൽ ആവറേജ് അങ്ങനെ അതിൽ കൂടുതൽ എനിക്ക് ഈ പടം കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കാരണം ചിരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഇതിനകത്ത് ഒന്നും ചിരിയൊന്നും വന്നിട്ടൊന്നുമില്ല. ഒരു ഡാർക്ക് ഹ്യൂമർ അവർ ഉദ്ദേശിച്ചത്, പക്ഷേ അതങ്ങോട്ട് വലിയ രീതിയിൽ അങ്ങോട്ട് വന്നിട്ടില്ല. എനിക്ക് ആകെ കുറച്ച് ചിരി വന്നതെന്ന് പറഞ്ഞാൽ അവസാനം ഒരു ക്ലൈമാക്സ് ഉണ്ട്. ക്ലൈമാക്സിനകത്ത് വില്ലൻ എന്ന് പറഞ്ഞാൽ ഒരു പട്ടി ഷോ വില്ലൻ്റെ കുറച്ച് തർജ്ജിമ ചെയ്യുന്ന ഒരു ഇതുണ്ട്, ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ ആ ഒരു ഭാവം മാത്രം തർജ്ജിമ ചെയ്യുന്ന മാത്രം എനിക്ക് കുറച്ച് ചിരിയായിട്ട് തോന്നി. ബാക്കിയൊന്നും ചിരിക്കാനേ ഇല്ല. കാരണം ഇതിനകത്ത് കുറേ ചിരിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഈ മാത്യു തോമസിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രഷർ കയറുമ്പം ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ കാണിച്ചേക്കുന്ന വെച്ചാൽ മാത്യു തോമസ് ചിലയിടത്ത് ഡൗൺ ആയിട്ടുണ്ട്, ചിലയിടത്ത് അപ്പും ആയിട്ടുണ്ട്. അത് ചില ഡൗൺ ആയെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ അങ്ങോട്ട് വരുന്നില്ല. പഴയ ആ തണ്ണീർമാത്തൻ ദിനത്തിനകത്ത് ആ പാത്രം കഴുകാൻ പോകുമ്പം രണ്ടുപേരും തമ്മിൽ അങ്ങോട്ട് വഴക്കൂടുന്ന ഒരെണ്ണമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടർ തന്നെ പുള്ളി ഇപ്പോൾ ഇതിനകത്തൊക്കെ വരുന്നത്. പിന്നെ പുള്ളിയുടെ എക്സ്പ്രഷനൊക്കെ ചിലയിടത്തൊക്കെ മൊത്തം ഡൗൺ ആയിട്ടുണ്ട്. അതുപോലെ ഈ പടം ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ പണ്ടത്തെയൊക്കെ മുകേഷും ജഗദീഷും അങ്ങനെയൊക്കെയുള്ള 4 പേരുകൾ ചേർന്ന് നടത്തുന്ന ഒരു ഹ്യൂമർ നർമ്മം കലർന്ന കുറച്ച് പടങ്ങളുണ്ടല്ലോ. അത് അവർ ഉദ്ദേശിച്ചത്. ഇത് ഓടരുത് അമ്മാവ്, ആളറിയാം, അങ്ങനെയൊക്കെയുള്ള പടങ്ങളുണ്ടല്ലോ. ആ ഒരു രീതിയിലുള്ള പാറ്റേണാണ് ഇതിനകത്ത് പിടിച്ചു വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങോട്ട് ആ ഒരു കോമഡി ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഡാർക്ക് ഹ്യൂമറാണ്. പിന്നെ സംഗീത് പ്രതാപ് ഉണ്ട്, ഒരു ഹാക്കറായിട്ട് വരുന്നുണ്ട്. ഈ ക്യാരക്ടറിന് വലിയൊരു എടുത്തു പറയേണ്ട എനിക്കൊക്കെ കുറച്ച് അടുത്ത് പുള്ളിക്കാരൻ കോമഡി കാണിക്കാൻ നോക്കുന്നുണ്ട്, ഓവർ എക്സ്പ്രഷനൊക്കെ ഇട്ട്. അല്ലാതെ ഇതിനകത്ത് കൂടുതലും ആ ഹാക്കിങ് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് വരെയും അത് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ അർജുൻ അശോകനും ചിലയിടത്ത് ഫസ്റ്റ് ഹാഫിൽ കുറച്ചെടുത്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ പുള്ളിയും കയ്യിൽ നിന്ന് പോയി, എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയി. പിന്നെ മഹിമാൻ നമ്പ്യാർ ഒരു ഡെന്റിസ്റ്റായിട്ട് വരുന്നുണ്ട്. ഡെന്റിസ്റ്റായിട്ടിൻ്റെ ഹോസ്പിറ്റലിൽ നടക്കുന്ന കുറച്ച് കോമഡി ഉണ്ട്. അതൊന്നും കോമഡി ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ കാണാൻ പോകുമ്പം ഒരു കാര്യം ചോദിക്കാതെ വന്ന് അങ്ങ് പല്ലിനകത്ത് നോക്കിയെന്ന് വരുന്നത്. അതൊന്നും എനിക്കത് തോന്നുന്നില്ല. പിന്നെ അതും ഡാർക്ക് ഹ്യൂമർ കാണിക്കാൻ നോക്കിയിട്ട് അതും അങ്ങോട്ട് എത്തിയിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ കാണിച്ച ഒരു വില്ലൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു പട്ടി ഷോ വില്ലൻ. അങ്ങനെ മൊത്തത്തിലൊരു പട്ടി ഷോ ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പടം. അല്ലാതെ എനിക്ക് ഇതിനകത്ത് എടുത്ത് പറയേണ്ട, ചുമ്മാതെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു പടം. അല്ലാതെ ഇതിനകത്ത് ഒന്നും 18+ ജോ ആൻഡ് ജോയൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ആ ഒരു ടൈപ്പിൽ ചുമ്മാ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ എടുത്തു പറയേണ്ട ഒന്നും ഇതിനകത്ത് ഒന്നും. പിന്നെ ഈ ശ്യാം മോഹന് ചെറിയൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളി അത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാജോണും എടുത്തു പറയേണ്ട ക്യാരക്ടർ ഒന്നും ഇല്ല. എങ്കിലും കുഴപ്പമില്ല. പുള്ളിക്കാരൻ്റെ ആ ഒരു ഇത് തന്നെ ആ നെൽസൻ്റെ സിനിമയ്ക്കകത്ത് കാണിക്കുന്നതിൻ്റെ കൂട്ടുള്ള കുറച്ച് പരിപാടികൾ കാണിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്കങ്ങോട്ട് പേഴ്സണലി. പക്ഷേ ഈ പടം ഇഷ്ടപ്പെടുന്നവർ കുറേ പേരുണ്ട്, അധികം പേര് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണ്. പക്ഷേ എനിക്കതങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വൺ ടൈം വാച്ചബിളി കാണാൻ പറ്റിയ ഒരു ചെറിയൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത് റോമാൻസ്. അപ്പോൾ ഇത്രയുള്ള അടുത്തൊരു വീഡിയോ വരുന്നത്.